ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു 2 മണിക്കൂർ റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് കുട്ടികൾക്ക് ചെന്ന് ചോറ് കൊടുക്കാം. ചടങ്ങ് മുടക്കേണ്ട ഡീറ്റെയിൽസ് ഇപ്പൊ പറയാൻ പറ്റില്ല. ഡീറ്റെയിൽ ടെസ്റ്റിന്റെ റിസൾട്ട് വരണം. ബട്ട് ഇവിടെ എത്തിക്കാൻ അല്പം കൂടെ താമസിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇതാകുമായിരുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, യു ആർ വെരി ലക്കി. അപ്പൊ ശരി, വിശ്രമിക്കേ. നിങ്ങൾ എന്താ ഡോക്ടർ? അർച്ചനയ്ക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് എ ക്രൈം. ഒരു കൊലപാതക ശ്രമമാണിത്. പോലീസിൽ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. സത്യമാണ് ഡോക്ടർ. കുഞ്ഞുങ്ങൾക്ക് ആ പായസം കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോ പോലീസിൽ അറിയിക്കുന്നതിനാണ് നല്ലത്. ശരി, എന്തായാലും പോലീസിനെ ഞാൻ ഇൻഫോം ചെയ്യാം. അവര് വന്ന് മൊഴിയെടുത്തതിന് ശേഷം പോയാ മതി. ശരി ഡോക്ടർ. നിങ്ങൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല കാര്യങ്ങള്. ഒരു വലിയ ദുരന്തമാണ് ഇന്ന് ഒഴിവായി പോയത്. അല്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു? അർച്ചനയുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് അത് സംഭവിക്കാതിരുന്നത്. അവള് ആ പായസം എടുത്ത് കുടിക്കുന്ന ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. അസാധാരണമായ മനക്കരുത്തുള്ള ഒരു കുട്ടിയാണ് അർച്ചന. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പാനിക് ആവാതെ ആ ചോറില് വിഷമുണ്ടോന്ന് അവള് ടെസ്റ്റ് ചെയ്ത് നോക്കിയല്ലോ. ഷീ ഈസ് വെരി ബ്രില്യന്റ്. ഡോക്ടർ, ഇത് ചെയ്തത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അതൊക്കെ പോലീസ് കണ്ടുപിടിച്ചോളും. എനിവേ, ആ കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണെങ്കിലും പോയിസൺ കലർന്ന പായസം എടുത്തു കുടിക്കാൻ കാണിച്ച ആ ധൈര്യം ഉണ്ടല്ലോ, സമ്മതിക്കാതെ പറ്റില്ല. യു ആർ എ ലക്കി മാൻ. ഇതുപോലൊരു വൈഫിനെ ലോകത്ത് അപൂർവമായിട്ടേ കിട്ടുള്ളൂ. എനിവേ, ടേക്ക് കെയർ. ഏട്ടൻ വിഷമിക്കില്ലേ? ഏട്ടത്തിക്കൊന്നും പറ്റിയില്ലല്ലോ. രാഘുവാരം തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. അതിനു മുമ്പ് അല്പം ചോറ് റെഡിയാക്കി കൊണ്ടുവന്നാൽ മതി. ചോറൂണ് ചടങ്ങ് നമുക്ക് ഇന്ന് തന്നെ നടത്താം. ആണോ? എന്നാ പിന്നെ തിരുവേണി ചെന്ന് പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്ക. അവര് ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം എത്തും. അർച്ചന വന്ന ഉടനെ നമുക്ക് ചടങ്ങ് നടത്താം. ആ അവന്തികെ, വേഗം ചെന്ന് കമലയോട് ചോറും കറികളും ഒക്കെ റെഡിയാക്കാൻ പറയും. ചോറൂണ് ചടങ്ങ് ഇന്ന് തന്നെ നടത്താം. ചെല്ലേ, അല്ലെങ്കിൽ വേണ്ട, ഞാനും വരാം. വാ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, അവന്തികയ്ക്ക് ഇതിൽ നല്ല പങ്കുണ്ട്. പായസത്തിൽ വിഷം കലർത്തിയ ജോലിക്കാരി ഇവൾ കൊണ്ടുവന്ന കില്ലർ തന്നെയായിരിക്കും. എന്നിട്ടാ ജോലിക്കാരി അവിടെ? അവര് രക്ഷപ്പെട്ടു കളഞ്ഞു. ഭാഗ്യം കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അച്ഛനും ഒന്നും സംഭവിച്ചില്ലല്ലോ. എന്നിട്ട് പോലീസിനെ അറിയിച്ചോ? അറിയിച്ചില്ല, അറിയിക്കണം. അവരാരാന്ന് കണ്ടുപിടിക്കാൻ വേണം.
അതൊക്കെ നമുക്ക് ചെയ്യാം. തൽക്കാലം മുഹൂർത്തം തീരുന്നതിന് മുമ്പ് കുട്ടികളുടെ ചോറൂണ് നടത്തണം. ഈ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മോൾ ആ വിഷപ്പായസം കഴിച്ചത് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇനി ചോറൂണ് തുടങ്ങാം. രാഹുകാലം തുടങ്ങാൻ ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. എന്നാ ഇനി സമയം കളയണ്ട, കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇവിടെ ഇരിക്കാം. പാതിരക്ക്